ഹലോ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മിനി പൗച്ച് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തുള്ളത് ഒരു കോട്ടൻ്റെ യാർനാണ്. അതുപോലെ തന്നെ 3mm ഹുക്കാണ് എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്ലിപ്പ് നോട്ട് ഇടണം. ദെൻ ചെയിൻ 22. ഞാൻ ചെയിൻ്റെ എണ്ണവും പിന്നെ ഏതൊക്കെ സ്റ്റിച്ചസാണ് ഇടുന്നത് എന്നുള്ളതൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 22 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മിനി പൗച്ച് ചെയ്യുന്നത് ഫുൾ ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഹുക്കിൻ്റെ അവിടുന്ന് 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 4th സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനിയുള്ള ബാക്കി എല്ലാ സ്റ്റിച്ചസിലും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ചെയ്യണ്ട. ഇവിടെ അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ എന്ത് ചെയ്യുക, 5 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അറ്റ് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക ലാസ്റ്റ് സ്റ്റിച്ചിൽ. ഓപ്പോസിറ്റ് സൈഡിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കുമ്പോൾ ഏത് സ്റ്റിച്ചിലാണ് കൊടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഹുക്കിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ആ ഒരു സ്റ്റിച്ച് കൂടിയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകേണ്ടത്. 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ലാസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടല്ലേ 4th ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. അപ്പോൾ ആ സ്കിപ്പ് ചെയ്ത 3 ചെയിൻ്റെ 3ാമത്തെ ചെയിനിലാണ് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ചെയിൻ 2. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1 ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. അത് ഓൾ സ്റ്റിച്ചിൽ ചെയ്യുക. ഈ ഒരു 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണ ഈ ഒരു സ്റ്റിച്ച് 10 റൗണ്ട് ചെയ്യണം. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് എവിടെ ചെയ്യാന്ന് ചോദിച്ചാൽ, നേരത്തെ ചെയ്ത ചെയിൻ 2 ഇല്ലേ, അതിൻ്റെ 2nd ചെയിനിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണമൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, 10 റൗണ്ട് ഈ സെയിം ഇത് റിപ്പീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ 10 റൗണ്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യുക. 10 റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ ഒരു ഇത്. ഇനി ഫുൾ സ്റ്റിച്ചും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ.